അപ്പൊ ഗൈസ് കേരളം കാത്തിരുന്ന ആ പാൽ എത്തി കേരളം കാത്തിരുന്നത് പറയാൻ കാരണമുണ്ട്. അതായത് വൈറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ എയിംസ് വെഞ്ചേഴ്സിന്റെ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ മിൽക്ക് പ്ലാന്റ് ആണ്. അതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് ആണ് ഇവിടെ വന്നിട്ട്. ഇനോഗ്രേഷൻ നമ്മളെ ചെയർമാൻ തന്നെ വന്നത് മിസ്റ്റർ ഹമീദ് അലി ഷിയാബ് തങ്ങളാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വയനാടാണ്, പാടിച്ചിറയിലാണ്, സീതാമൗണ്ടിലാട്ടോ. വൈറ്റ് മിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം കാത്തിരുന്ന പാലിന് പറയാനുള്ളത് ഒരു കാരണങ്ങളല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഇന്റർനാഷണൽ ലെവലിലുള്ള ടെക്നോളജിയാണ് ഇവിടെ അഡ്വാൻസ് ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് കേട്ടോ. പിന്നെ പറയേണ്ട ഒരു കാര്യങ്ങളൊക്കെ കരവർഷങ്ങൾ ഏൽക്കാതെ, അതായത് നമ്മളിപ്പോ പശുവിനെ കറക്കുമ്പോൾ നമ്മൾ കൈയിടണം, ഇതൊന്നും ഇല്ലാതെ ഫുള്ളി ഓട്ടോമാറ്റിക് ഒരു മെഷീനിൽ കറന്നിട്ട് ആ പാല് വരുന്നത്. പിന്നെ ബോട്ടെല്ലാം അവർ വരുന്നത് നമ്മളെ പ്ലാസ്റ്റിക് കവറുകളിലല്ല. പിന്നെ ഇവരെ പാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വൈറ്റ് മിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100% പ്യുവർ കൗ മിൽക്ക് തന്നെയാണ്. ഇത് കൂടാതെ തന്നെ നെയ്യ് വരുന്നുണ്ട്, യോഗട്ട് വരുന്നുണ്ട്, കേടൊക്കെ വരുന്നുണ്ട്. പ്രൊഡക്ഷനും ഒക്കെ നോക്കുകയാണെങ്കിൽ സിംഗിൾ ബീഡ് കൗസ് ആണ്. അതുപോലെ ഫാം ഫ്രഷ് പ്രീമിയം ക്വാളിറ്റിയിലാണ്. പിന്നെ ഫുള്ളി അഡ്വാൻസ്ഡ് മോഡേൺ ടെക്നോളജി ഗൈസ്. നമ്മളിപ്പോ ഒരു കമ്പയറിസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ ഒരു പാൽ കമ്പനി ഉണ്ടാവില്ല. എന്തായാലും നമ്മൾക്കൊരു ഇന്റർനാഷണൽ ലെവലൊക്കെ നോക്കണം, അൽമറായിനൊക്കെ ആയിട്ട് നമുക്കൊരു കമ്പാരിസൺ ചെയ്യാൻ പറ്റും. അത്രയ്ക്കും മോഡേൺ ടെക്നോളജി അവർ ഉപയോഗിക്കും. അപ്പൊ വൈറ്റ് മിൽക്ക് എവിടെ കിട്ടുന്നുള്ള ആകാംക്ഷ കണ്ട ഓഗസ്റ്റ് 1 മുതൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും നമുക്ക് ഇത് അവൈലബിൾ ആണ്. ബാക്കിയുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇവരിപ്പോ ഉടനെ വരും. അപ്പൊ ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. വൈറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരു സംഭവം